ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നു. എന്തിനാ? അന്നാ മൂന്നാറ് പോയ പിള്ളേർ തിരിച്ചു കൊണ്ടുവരണ്ടേ എന്നാ കണ്ടു. അങ്ങനെ ഞാനും എൻ്റെ കസിൻസും രാവിലെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് മൂന്നാറ് കാണാൻ വേണ്ടി ഇറങ്ങി. ചെന്നെത്തിയത് ചോളം വിൽക്കുന്ന ചേച്ചിയുടെ കടയിൽ. രാവിലെ തന്നെ ചേച്ചി നല്ല ബിസിയാന്ന് തോന്നുന്നു. ചോളം ഉണ്ടാക്കി ഇരിക്കും. നമ്മൾ വാങ്ങിച്ചത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ചോളായിരുന്നു. ഉപ്പും മുളക് പുളിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ചിന്നമ്മയുടെ കുറച്ച് പ്രയോഗങ്ങൾ വേണ്ടി വന്നു. അതൊന്ന് അടിപൊളിയായിട്ട് കഴിക്കല് കണ്ട അടിപൊളിയായിരുന്ന സാധനം. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ആ ചോളത്തിനൊരു ജീവൻ വന്നത്. അങ്ങനെ ജീവൻ വന്ന ചോളവും കഴിച്ച് ഒരു കട്ടൻ അടിക്കാൻ വേണ്ടിയിരുന്നു. ഈ അടിപൊളി വ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ കട്ടൻ കുടിച്ചത്. വെറുതെ അല്ല എല്ലാവരും കട്ടൻ കുടിക്കാൻ വേണ്ടി മൂന്നാർക്കൊക്കെ വരണത്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി, അത് വയറ് നിറച്ച് കഴിച്ച്. പിന്നെ ഫുഡ് മാത്രമല്ല, സീനറി ഉണ്ട്. ഇതാണ് മൂന്നാറിലെ അതിപ്രശസ്തമായ എക്കോ പോയിന്റ്. എക്കോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു തവണ എക്കോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തതാ. അന്ന് നന്നായി പാളിപ്പോയി. അതുകൊണ്ട് വീണ്ടും ആ പരിപാടിക്ക് വേണ്ടി ഞാൻ നിന്നില്ല. പക്ഷെ സംഭവം കളറാണ്. ഈ പ്രകൃതി രമണിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇത് അടിപൊളിയാണ്. കണ്ട അവിടെ ഒന്ന് ചൂണ്ടിയിടുന്നൊരു ചേട്ടൻ. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. നിറയെ മനുഷ്യന്മാരായിരുന്നു. എല്ലാവരും ടൂറിന് വന്ന് അവിടെ അടിച്ചു പൊളിക്കായിരുന്നു. ഞങ്ങൾ പിന്നെ അതിന് തന്നെയാണല്ലോ വന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ കുണ്ടള ഡാമിലേക്ക് വിട്ടു. ഇവിടെ ഈ മാങ്ങ വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ട് പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിറയെ കുരങ്ങന്മാരാ. അത് അവര് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. പക്ഷെ നമ്മൾ ഈ ഡാം കാണണം. ഇത് കാണാനാണല്ലോ വന്നത്. ഇത് നീ ഓപ്പനാണ്. നമ്മൾ കൊച്ചിന് ടോയ്സ് വാങ്ങാൻ കയറിയതാ. ഇതാണ് കൊച്ചിന്റെ അമ്മ. കൊച്ചിന്റെ ചിറ്റിയാണ് ആ ഊഞ്ഞാലിരുന്ന് ആടി കളിക്കുന്നത്. കൊച്ചിനെ പോലും കൂട്ടാണ്ട്. ഈ ഡാമിൽ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ തുഴയുന്നതും ഉണ്ട്, അല്ലാണ്ട് അവര് കൊണ്ടുപോകുന്നതും ഉണ്ട്. കണ്ട രണ്ട് യുവാക്കൾ ഡാമൊക്കെ കണ്ടിരുന്ന് ഊഞ്ഞാലാടാ. അങ്ങനെ എല്ലാവരുടെ ആട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. തിരിച്ചു പോകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടെങ്കിലും കുറേ നല്ല മെമ്മറീസ് ഉണ്ടായി. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.